എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് സവാളയൊന്നും വഴട്ടണ്ട. സവാളയൊന്നും വഴട്ടാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കുന്നത്. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. സാധാ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാസിൽ കുക്കറിലോ അല്ലെങ്കിൽ ഇതുപോലെ പാനിലോ വെച്ചിട്ടോ ഉണ്ടാക്കാവുന്നതാണ്. സവാള വഴട്ടാതെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ സവാള മുഴുവനെ കിടക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ ഉറപ്പായിട്ട് ഈ സവാള ഫുള്ള് നല്ലതുപോലെ നമ്മൾ വഴട്ടിയിട്ട് കറി വയ്ക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല കട്ടി ഗ്രേവിയോട് കൂടിയുള്ള കറി തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കറി തയ്യാറാക്കാം. ആദ്യം ഒരു പാനിലേക്ക് സവാളയും ആവശ്യത്തിനുള്ള സവാള, നമ്മളിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 സവാളയും നമ്മളിതിൻ്റെ കൂടെ തന്നെ 10ഓളം കൊച്ചുള്ളിയും 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള കൂടി ആഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സവാള വഴട്ടിയെടുക്കാത്ത കാരണമാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ഒരു അല്ലിയോളം വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലിപ്പത്തിനുള്ള ഇഞ്ചിയും എടുത്ത് നല്ലതുപോലെ മിക്സിയിൽ ആട്ടിയെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാക്സിമം ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉള്ള മുളക് പൊടി നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫുൾ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പം അതുപോലെ നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഇതിലേക്ക് വേണ്ടുന്ന മസാലയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് ഇട്ടാൽ മതി. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അടുത്ത് വേണ്ടതാണ് നമ്മുടെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മസാലകളെല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ 1/2 കിലോ ബീഫാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അത്യാവശ്യം കൊഴുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതിലോട്ട് എണ്ണ ഒട്ടും തന്നെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ കൊഴുപ്പില്ലാത്ത ബീഫാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഈ ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മളതിൽ നല്ലതുപോലെ കൊഴുപ്പുള്ളത് കൊണ്ട് എണ്ണ തീരെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും മാക്സിമം പറ്റുന്ന അത്രയും മിക്സ് ചെയ്തെടുക്കുക. ബീഫും ഈ മസാലകളെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നമ്മളിത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മുളക് പൊടി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ ആവശ്യത്തിന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സവാള വഴട്ടാത്തതിന് പകരമാണ് നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇച്ചിരി മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിറകടുപ്പിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അഥവാ നിങ്ങളിത് കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ബീഫിന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അടുപ്പിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെക്കേണ്ടതാണ്. നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ അടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മറക്കാതെ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ.
പിന്നെ നിങ്ങൾ സമയം ഇല്ലാത്തവരാണെങ്കിൽ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിലാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. അടുപ്പിൽ ഒരുപാട് സമയം എടുക്കും. കുക്കറിൽ വേവിക്കുമ്പം എനിക്ക് തോന്നുന്നു ഒരു 5-6 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ വിറകടുപ്പിലാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ വിറകടുപ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ അടുപ്പിലാണെങ്കിലും കുക്കറിലാണെങ്കിലും സെയിം മെത്തേഡാണ് കേട്ടോ. കുക്കറിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കുറച്ച് തന്നെ വെക്കാൻ നോക്കണേ. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറേ സമയം ഇരുന്ന് വെന്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒട്ടും തന്നെ സവാളയൊന്നും അങ്ങനെ മുഴുവനോടെ കിടപ്പില്ല. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടി ഗ്രേവിയാണ്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറിയാണ്. ഒരു വട്ടം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് വെറോട്ടയായിട്ട് കഴിക്കുവാണേ. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുമായിട്ടിരുന്ന് കഴിച്ചോ കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ.